ഡോക്ടർ എം വി നടേശൻ കാസർഗോഡ് ബന്തെടുക്കയിലെ സരസ്വതി വിദ്യാലയത്തിലും മാവേലിക്കരയിലെ വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലും അരങ്ങേറിയ പാദപൂജ. ഞാൻ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അതിൽ വിശദീകരണം തേടാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ അടിമത്ത മനോഭാവം വളർത്തുന്ന ഇത്തരം ആചാരങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. മാത്രമല്ല, ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതാണ്. ഇത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതും പ്രതിഷേധാർഹവുമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഈ ധർമ്മടത്ത് ബാലസംഘത്തിൻ്റെ പരിപാടിയിൽ ഒരു ക്രിമിനലിനെ പങ്കെടുപ്പിച്ചതിന് എന്ത് ന്യായീകരണമായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി നൽകുക? അത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കുന്നതായിട്ടാണോ മനസ്സിലാക്കേണ്ടത്, കാണേണ്ടത്? ഇവിടെ പരിപാടി കഴിഞ്ഞ് CPM-ന്റെ ഔദ്യോഗികവും അനൗദ്യോഗികവുമായ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ശ്രീജിയേട്ടൻ സമ്മേളനം ധന്യമാക്കിയെന്ന. അതായത് വളരെ കൃത്യമാണ് അവരുടെ കാര്യങ്ങൾ. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നില്ല. കാരണം ഈ കവിത കോപ്പി അടിച്ച ആളുകളാണ് കവിത ജഡ്ജ്മെന്റ് നടത്തുന്നത്. PhD കോപ്പി അടിച്ചവരാണ് ഗൈഡുമാരായിട്ടുള്ളത്. അക്രമവും കഞ്ചാവ് കേസിൽ പ്രതിയുമായിട്ടുള്ള പലരുമാണ് പിന്നീട് അധ്യാപന രംഗത്തേക്ക് വലിഞ്ഞു കയറി വരുന്നത്. ഇങ്ങനെ ഏത് നിലയിൽ നമ്മൾ നോക്കിയാലും ഇവരൊക്കെ തന്നെയാണ് ക്ലാസ് എടുക്കുകയും സാംസ്കാരിക നായകന്മാരായിട്ട് വിലസുകയും ചെയ്യുന്നത്. ഇതൊരു വളരെ പരമമായ ഒരു സത്യമാണ് എന്നിരിക്കെ എല്ലാവരും ഈ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നില്ല. ഈവൻ നമ്മുടെ കൊടിസുനി പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എൻ്റെ മകനെ ഇങ്ങനെയുള്ള ക്രിമിനലുകൾ ഒരിക്കലും ഉപദേശിക്കരുത് എന്നാണ് കൊടിസുനി പോലും ആഗ്രഹിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ആത്മാർത്ഥമുള്ള ഏതെങ്കിലും പാരന്റ്സ്, അത് കമ്മ്യൂണിസ്റ്റുകാരനായിക്കോട്ടെ ഏതായിക്കോട്ടെ, അവർക്ക് സ്വന്തം മക്കളെ ഇത്തരത്തിലുള്ള ക്രിമിനലിനെ കൊണ്ട് ഉപദേശിപ്പിക്കണമെന്ന് പറയുന്നവര് തലക്ക് വെളിവുള്ളവരാരെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ എന്തുകൊണ്ട് ശിവൻകുട്ടി ഇങ്ങനെ പറഞ്ഞു എന്നാണെങ്കിൽ ഒരു ഗതികേടാണ് ഇവർക്കൊക്കെ ഉള്ളത്. കാരണം നേരത്തെ ശ്രീ ഹരിദാസ് പറഞ്ഞതുപോലെ ഇതേ വാക്ക്, ഇതേ ഈ പാദപൂജ ചെയ്യുകയും കാല് കഴുകുകയൊക്കെ ചെയ്യുന്ന ചടങ്ങ് വാസ്തവത്തിൽ ക്രൈസ്തവ സമൂഹത്തിലാണ്. അത് ചൂണ്ടിക്കാണിക്കാനുള്ള നട്ടല്ലില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇവിടെ ഈ പാദപൂജ എന്ന് പറഞ്ഞ് അവഹേളിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ആണെങ്കിലും അതെ CPM ആണെങ്കിലും അറിയേണ്ട ഒരു കാര്യം, വിദ്യാഭാരതി എന്ന് പറയുന്ന പ്രസ്ഥാനം 1952 മുതൽ ഇപ്പൊ 10,000-കണക്കിന് വിദ്യാലയങ്ങളുള്ള ഒരു സ്ഥാപനമാണ്. അതിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും 1.5 ലക്ഷം അധ്യാപകരും ഉണ്ട്. ഇത് കൂടാതെ ഭാരതി വിദ്യാഭവൻ, ചിന്മയ മിഷൻ തുടങ്ങി നിരവധിയായ വിദ്യാലയങ്ങൾ. ഈ ഗുരുവിനെ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്റെ അഹങ്കാരത്തെ ഇല്ലാതെ സമർപ്പിക്കലാണ്. ഇതൊരു സംസ്കാരമാണ്, മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത്. അപ്പൊ എല്ലാ കാലത്തും ഗുരുവിനെ വന്ദിക്കുന്നവരുമുണ്ട്, ഗുരുവിനെ നിന്ദിക്കുന്നവരുമുണ്ട്. ഗുരുവിനെ വന്ദിക്കുന്ന ആളുകൾക്ക് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. ഗുരുവിനെ നിന്ദിക്കുന്ന ആളുകൾക്ക് കള്ളും കഞ്ചാവും സ്ത്രീ പീഡനവും അക്രമവുമാണ്. ഇതിന്റെ ആളുകളാണ് ഇപ്പൊ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവര് ഓരോ കാര്യം, ഇപ്പൊ രാമായണത്തിനെതിരായിരുന്നു ഈ വിദ്വാന്മാര്. ഇവരുടെ ഉപ്പുപ്പാനായിരുന്ന EMS-ഉം തിരുനെല്ലൂർ കരുണാകരനുമായിരുന്നു മുമ്പിൽ നിന്നത്. ഇന്ന് രാമായണം വായിക്കാത്ത, ചർച്ച ചെയ്യാത്ത ഒരൊറ്റ ക്ഷേത്രങ്ങളില്ല. ഇതുപോലെ തന്നെയാണ് ഗണേശ ഉത്സവമാണെങ്കിലും, അതുപോലെ തന്നെ ഏത് കാര്യം എടുത്താലും ഇവര് തൊട്ടാൽ അത് ഡബിൾ ആയിട്ട് വളർന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് വൈകുന്നേരം നമ്മുടെ വിദ്യാനികേതന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ RV ജയകുമാർ പറഞ്ഞത് കേട്ടു. ഞങ്ങൾക്ക് സന്തോഷമായി ഇങ്ങനൊരു വാക്ക് കേട്ടിട്ട്. അതെന്താ? അത് ഞങ്ങൾ പരസ്യമൊന്നും കൊടുക്കാറില്ല, എന്താണെങ്കിലും ഞങ്ങളുടെ സ്കൂളുകളിൽ ഈ തരത്തിൽ നല്ല കാര്യം ചെയ്യണത് എന്നുള്ള കാര്യം നാട്ടുകാർ അറിഞ്ഞല്ലോ.
എന്ന് പറഞ്ഞു. ഈ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നാട്ടുകാർ സ്വീകരിക്കുന്നത്. പിന്നെ ഇതിനെ ന്യായീകരിക്കുന്ന ഗതിയില്ലാത്ത ഈ ആടുജീവിതം നയിക്കുന്ന ബുദ്ധിജീവികളുണ്ട്. അവര് മാത്രമേ ഇതിനെ ന്യായീകരിക്കുള്ളൂ. അവർക്കും ന്യായീകരണം മടുത്തത് കൊണ്ട് ഇപ്പൊ CPM പുതിയൊരു പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. 10,000 ബുദ്ധിജീവികളെ വാടകയ്ക്കെടുക്കാൻ പോവുകയാണ്. കാരണം എന്താണ്? ഹിന്ദുത്വം സൂക്ഷ്മതലത്തിൽ സമൂഹത്തിലേക്ക് കയറി കിടക്കുന്നു. സൂക്ഷ്മതലത്തിലല്ല, സ്ഥൂലതലത്തിൽ ആയിക്കഴിഞ്ഞിരിക്കുന്നു. എന്തിനാ ഈ സൂക്ഷ്മം? എന്നിട്ട് അതിനെ അടവ് നയങ്ങളിലൂടെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ. എന്താ അടവ് നയം? ക്ഷേത്രങ്ങൾ തകർക്കുക, അതിൽ കയറി കൂടുക, പുഷ്പന അറിയാം പാട്ട് പാടുക. അവിടെയല്ല പിണറായി വിജയന് ഗണപതിക്ക് പകരമായിട്ട് പിണറായി വിജയന്റെ പടം വെക്കുക, അതിന് ഓം നമഃശിവായ്ക്ക് പകരം ഇംഗ്ലാസ് ചിന്താവ് പറയുക. ഈ തരത്തിലുള്ള വേഷം കെട്ടിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ 10,000 ബുദ്ധിജീവികൾ. ഈ ബുദ്ധിജീവികൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരുപക്ഷെ അവാർഡുകൾ കിട്ടിയേക്കാം. ഇപ്പൊ കുറെ പേർക്ക് അവാർഡ് കിട്ടുന്നത് അങ്ങനെയാണല്ലോ. അവാർഡുകൾ കിട്ടിയേക്കാം, ഇവര് വെച്ച് നീട്ടുന്ന പലതും നിങ്ങൾക്ക് ലഭിച്ചേക്കാം. പക്ഷേ നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഇത് സത്യത്തിനും ധർമ്മത്തിനും നിരക്കുന്നതാണെന്ന്? ഒരിക്കലുമില്ല. ഇതെല്ലാം നിങ്ങളെ തിരിഞ്ഞു കൊത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ 1995 തൃശ്ശൂരിൽ നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു വലിയൊരു സമ്മേളനം നടത്തി എന്റെ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു ചോദിച്ചാൽ ഹിന്ദുത്വത്തെ തുടച്ചു മാറ്റുക, അതുപോലെ തന്നെ ഈ സരസ്വതി വിദ്യാലയങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. 95 ഇന്ന് ഈ സരസ്വതി വിദ്യാലയങ്ങൾ ഒന്ന് കേൾക്കണം. അതായത് 20,000-ൽ മേൽ സരസ്വതി വിദ്യാലയങ്ങൾ ഇന്ത്യയിൽ വന്നു. 190 ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിദ്യാഭാരതിയുടെ കീഴിലുണ്ട്. 2 യൂണിവേഴ്സിറ്റികൾ, ബാംഗ്ലൂരിലും ആസാമിലും 2 യൂണിവേഴ്സിറ്റികൾ വന്നിരിക്കുന്നു. ഇതേ സരസ്വതി വിദ്യാലയങ്ങളുടെ ആശയത്തെ പിൻപറ്റിയാണ് ഇന്ന് ഇന്ത്യ മുഴുവനും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പേര് മാറ്റിയിട്ടാണെങ്കിലും കേരളത്തിലും നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്തെല്ലാം ന്യായീകരണം നടത്തിയാലും ഇതെല്ലാം നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും. സാധാരണ ഇവരെന്ത് ചെയ്താലും ഇപ്പുറത്ത് വളരെ ഉത്സാഹമാണെന്ന് പറഞ്ഞല്ലോ. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. ക്ഷേത്ര കാര്യങ്ങളും അതെ, ശബരിമല ഇഷ്യൂ ആണെങ്കിലും അതെ, ഓണമാണെങ്കിലും അതെ. ഇപ്പൊ എല്ലാത്തിലും ആവേശം കൂടി വരികയാണ്. കാരണം എന്താണ്? കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെ എല്ലാം എതിർക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ഈ ഗുരുക്കന്മാരെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംസ്കാരമാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ എന്നുള്ളതാണ്. അതൊരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം അവര് കുടുംബ വ്യവസ്ഥയ്ക്ക് എതിരാണ്. അത് ബൂർഷ്വ ഒരു പരിപാടിയാണെന്നുള്ളതാണ്. വിവാഹം ബൂർഷ്വ പരിപാടിയാണ്, ക്ഷേത്രത്തിൽ പോകുന്നത് ബൂർഷ്വ പരിപാടി. ഇങ്ങനെ എല്ലാത്തിനെയും നിഷേധിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ആളുകൾക്ക് ആകെ അറിയാവുന്നത് പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം യാതൊരു കാരണമില്ലാതെ കേരളത്തെ സ്തംഭിപ്പിച്ച് അക്രമം അഴിച്ചുവിട്ട വിദ്യാർത്ഥി പ്രസ്ഥാനം കാട്ടിക്കൂട്ടിയത് മുഴുവനും ഈ പറഞ്ഞ ഗുരുവിനെ നിന്ദിക്കുന്ന സംസ്കാരത്തിന്റെ വക്താക്കളാണ്. ദൗർഭാഗ്യവശാൽ ഈ അക്രമകാരികളെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം അധ്യാപകര് പിൻവാതിലിലൂടെ വന്നു എന്നതാണ് കേരളത്തിന്റെ വലിയ ശാപം. ഈ ശാപം മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഈ അസുരവിത്തുക്കൾ ഇല്ലാതെ, കുറച്ച് കടുത്ത ഭാഷ തന്നെയാണ്, അസുരവിത്തുക്കൾ ഇല്ലാതായി മാറണം. പിന്നെ ഇവര് വലിയ ജനാധിപത്യം പറയുന്നു, വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂൾ സമയം മാറ്റാൻ പോകുന്നു. എന്തേ മുട്ടിൽ കിടന്ന് ഇഴയാൻ കാരണം എന്താണ്? എന്തേ അവരുടെ മുമ്പിൽ കോടതിയുടെ വിധികളെല്ലാം ചൂണ്ടിക്കാണിച്ച് ബോധിപ്പിക്കാൻ പോകുന്നത് എന്താണ്? മഹാഭൂരിപക്ഷം വരുന്നതായ
ഹൈന്ദവ സമൂഹത്തിന്റെ എല്ലാ മാനങ്ങളെയും ചവിട്ടിമെതിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു തിരിച്ചറിവില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ കളികളെല്ലാം തന്നെ അത് ഇവരെന്താണോ പറയുന്നത് അതിന് തിരിച്ച് വരും. അണയാൻ പോകുന്ന വിളക്കാണ്, അത് ആളി കത്തിയിരിക്കും. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. നമ്മുടെ വിദ്യാസാഗർജി പറഞ്ഞതുപോലെ അതൊരിക്കലും നിസ്സഹായമായിട്ട് കരുതരുത്. ഇവരെന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അവർക്ക് വിഴുങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഹൈന്ദവ സമൂഹം വളരെയേറെ മുന്നോട്ട് പോയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇവര് പറയുന്നതിനെ ആരും എന്താ പറയാ പ്രതികരിക്കാൻ ആളില്ല എന്ന രീതിയിലല്ല, തീർച്ചയായിട്ടും പ്രതികരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഭാവിയെ ഓർത്തെങ്കിലും എന്നാണ് എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്.